ഓം ആദിശക്തിയെ നമഃ. ഞാൻ പൗർണമിക്കാവിൻ്റെ മഠാധിപതിയായ സ്ഥാനം അലങ്കരിക്കുന്ന ആളാണ്. എൻ്റെ പേര് സിൻഹ ഗായത്രി. ആദിശക്തി ദേവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓം എന്ന നാദമാണ് ആദ്യം പ്രപഞ്ചത്തിലുണ്ടായത് എന്നുള്ളതാണ്. ഓം എന്ന നാദം, ആ ഓം എന്ന നാദത്തിൻ്റെ അധികാരിയാകുന്നു ആദിശക്തി ദേവി. കാരണം പരബ്രഹ്മം എന്ന് വെച്ചാൽ ഓംകാരം, പ്രണവം എന്ന് വെച്ചാൽ ഓംകാരം. ഓംകാരം പരബ്രഹ്മം എന്ന് പറയുന്നത് ആദിശക്തി ദേവിയാകുന്നു. ഈ ആദിശക്തി ദേവിയാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ പോലും സൃഷ്ടിച്ചതും സൃഷ്ടി സ്ഥിതി സംഹാര ചുമതലകൾ ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ ആ ചുമതല ഏൽപ്പിച്ചതും ആദിശക്തി ദേവിയാകുന്നു. അതുപോലെ പ്രപഞ്ചം സൃഷ്ടിച്ചതും പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളുടെയും പ്രപഞ്ചം 14 ലോകങ്ങളിലും എന്ത് ശക്തി പ്രവർത്തിക്കുന്നുണ്ടോ അതെല്ലാം തന്നെ ഈ ആദിശക്തിയുടെ ചൈതന്യമാകുന്നു. കാരണം ശക്തിയുടേതായ ഉറവിടം എന്ന് പറയുന്നത് ആദിശക്തിയാകുന്നു. ആദിശക്തിയുടേതായ ചൈതന്യത്താലാണ് നമ്മൾ പോലും സംസാരിക്കുകയോ പ്രവൃത്തികൾ ചെയ്യുകയോ ചെയ്യുന്നത്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് പോലും പ്രവൃത്തി ചെയ്യുവാൻ സാധിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ ഏതൊരു ജീവജാലത്തിനും വളർച്ച സംഭവിക്കുന്നതും ഏതൊരു കർമ്മം ചെയ്യുവാൻ സാധിക്കുന്നതും ഈ ആദിശക്തിയുടേതായ ശക്തിവിശേഷം പ്രപഞ്ചം ഈ 14 ലോകങ്ങളിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇത്രയും ചൈതന്യം ആ ശക്തി കൊണ്ട് എന്ന് മനസ്സിലാക്കുക. ആ ശക്തിയാണ് എല്ലാ തീരുമാനങ്ങളും എടുത്തുകൊണ്ട് പ്രപഞ്ചത്തെ പരിപാലിക്കുന്നത്. ഈ ആദിശക്തിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായിരുന്നാലും സർവ്വദേവീ ദേവന്മാരും എല്ലാ കർമ്മവും ഈ 14 ലോകങ്ങളിലും പ്രവർത്തിക്കുന്നതും സൂര്യൻ കൃത്യമായി ഉദിക്കുന്നതും ചന്ദ്രന് കുളിർമ പകരാൻ കഴിയുന്നതും എല്ലാം തന്നെ ആദിശക്തിയുടെ ചൈതന്യത്തിൻ്റെ ആ മഹത്വം കൊണ്ട് മാത്രമാകുന്നു. ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സംബന്ധിച്ച കൂടുതൽ വീഡിയോകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.